ദൈവനാമത്തിൻ്റെ മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാതത്തിൽ നമ്മുടെ ചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം യെശയ്യാപ്രവാചകൻ്റെ പുസ്തകം 53 അധ്യായം 11 വാക്യം. അവൻ തൻ്റെ പ്രയത്നഫലം കണ്ട് തൃപ്തനാകും. നീതിമാനായ എൻ്റെ ദാസൻ തൻ്റെ പരിജ്ഞാനം കൊണ്ട് പലരെയും നീതീകരിക്കും. അവരുടെ അകൃത്യങ്ങളെ അവൻ വഹിക്കും. ഒരു മകൾ സ്കൂളിൽ പോകുമ്പോൾ എന്നും അവളുടെ അമ്മ അവൾക്കൊരു ഉപദേശം കൊടുക്കുമായിരുന്നു. മകളെ, എപ്പോഴും നീ 3-ാം സ്ഥാനത്ത് ആയിരിക്കണം. ഇത് പലപ്പോഴും കേട്ടിട്ടുള്ള അയൽക്കാരി ഒരിക്കൽ ആ അമ്മയോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് എന്നും മകളോട് 3-ാം സ്ഥാനത്തായിരിക്കണം എന്ന് പറയുന്നത്? മാർക്കിൻ്റെ കാര്യത്തിൽ അവൾ എപ്പോഴും 1-ാമതാണല്ലോ. ആ അമ്മ പറഞ്ഞു, അവളുടെ ജീവിതത്തിൽ എല്ലായ്പ്പോഴും 1-ാം സ്ഥാനം ദൈവത്തിനായിരിക്കണം, 2-ാം സ്ഥാനം മറ്റുള്ളവർക്കും, 3-ാം സ്ഥാനത്ത് നിൽക്കാൻ മാത്രമേ അവൾ ശ്രമിക്കാവൂ. അതാണ് ഞാൻ അങ്ങനെ പറയുന്നതിൻ്റെ അർത്ഥം. അത് ഞാൻ മകളെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. അവൾ അങ്ങനെയാണ്. അതുകൊണ്ടാണ് മാർക്കിൻ്റെ കാര്യത്തിൽ അവൾ 1-ാം സ്ഥാനത്താകുന്നത്. എങ്കിലും അവൾ അത് മറന്നു പോകാതിരിക്കാനാണ് ഞാൻ എന്നും ഓർമ്മിപ്പിക്കുന്നത്. ജീവിതത്തിൽ എപ്പോഴും 1-ാം സ്ഥാനത്തായിരിക്കാനാണ് മിക്കവരും ശ്രമിക്കുന്നത്. എന്നാൽ 1-ാം സ്ഥാനം ദൈവത്തിന് നൽകുവാൻ കഴിയുന്നത് ജീവിതത്തിൻ്റെ മഹത്വമാണ്. അങ്ങനെ ചെയ്യുന്നവർ ഒരിക്കലും സ്വശക്തിയിൽ ആശ്രയിക്കില്ല. സ്വശക്തിയുടെ പരിമിതിയെക്കുറിച്ച് അവർ ബോധമതികൾ ആയിരിക്കും. അതേപ്രകാരം 2-ാം സ്ഥാനം മറ്റുള്ളവർക്ക് നൽകുമ്പോൾ നാം അവരെ ബഹുമാനിക്കുവാൻ ഇടയാകുന്നു. തങ്ങൾക്ക് 1-ാം സ്ഥാനം ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ എപ്പോഴും മറ്റുള്ളവരെ തോൽപ്പിക്കുവാനാണ് ശ്രമിക്കുന്നത്. അങ്ങനെയുള്ളവർക്ക് ഒരിക്കലും ആരോഗ്യകരമായ ഒരു മനസ്സ് ഉണ്ടാവില്ല. അവരോട് വെറുപ്പും അസൂയയും വിദ്വേഷവുമായിരിക്കും ഉണ്ടാവുക. ഇപ്രകാരമുള്ള മനസ്സ് സ്വന്തം നാശത്തിന് തന്നെ കാരണമാകും. മറ്റുള്ളവർ വളരണം എന്ന് ചിന്തിക്കുമ്പോൾ നാമും അവരോടൊപ്പം വളരുവാൻ ഇടയാകും. സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർക്ക് നിശ്ചയമായും നന്മ അനുഭവിക്കാൻ സാധ്യമാകും. സമൂഹത്തിന് നന്മയില്ലെങ്കിൽ നമുക്കും നന്മയുണ്ടാവില്ല. അവരെ അംഗീകരിക്കുവാനും സ്നേഹിക്കുവാനും ആദരിക്കുവാനും കഴിയുന്നവർ തങ്ങളുടെ തന്നെ ആളത്വത്തെ വളർത്തുകയാണ്. മറ്റുള്ളവരെ തോൽപ്പിച്ചാണ് മുന്നേറേണ്ടത് എന്ന ചിന്ത നമ്മെ തന്നെ നശിപ്പിക്കും. എന്നാൽ എപ്പോഴും അവരെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല. അതിനാൽ ചിലപ്പോഴെങ്കിലും നാം പരാജിതരാകും. അപ്പോൾ നാം സമ്പൂർണ്ണമായി പതറിപ്പോകും. അതോടെ നമ്മുടെ ധൈര്യവും ആത്മവിശ്വാസവും നഷ്ടപ്പെടുവാൻ ഇടയാകും. എന്നാൽ മറ്റുള്ളവർക്ക് നമ്മേക്കാൾ ഉന്നതമായ സ്ഥാനം നൽകുവാൻ മനസ്സുള്ളവർ അവർ എത്രമാത്രം ഉയർച്ച പ്രാപിച്ചാലും ഒരിക്കലും വിഷമിക്കില്ല. മാത്രമല്ല, അതിൽ സന്തോഷിക്കുകയും ചെയ്യും. അത് നമ്മുടെ വിജയത്തിന് മുഖാന്തരവുമാവും. ആകയാൽ മറ്റുള്ളവരുടെ പരാജയത്തിൽ അവരെ വേദനിപ്പിക്കുന്നവരായിട്ടല്ല, അവരെ സമാശ്വസിപ്പിക്കുകയും പ്രോത്സാഹനം നൽകി വിജയത്തിലേക്ക് നയിപ്പാൻ നമുക്ക് സാധ്യമാവുകയും വേണം. അതാണ് നമ്മുടെ വിജയം. ആകയാൽ വിജയിക്കുന്നവരായിട്ടല്ല, മറ്റുള്ളവരെ വിജയിപ്പിക്കുന്നവർ ആയിരിക്കാൻ നമുക്കും നമ്മുടെ തലമുറകൾക്കും സാധ്യമാവണം. അതിനായി പരിശ്രമിക്കുന്ന ജീവിതം നയിപ്പാൻ നമുക്ക് സാധ്യമാവട്ടെ. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, അവരെന്നെ അംഗീകരിക്കുവാൻ, അവരെന്നെ കരുതുവാൻ തക്കവണ്ണം ഈ പ്രഭാതത്തിലെ വചന കേൾവി ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ 1-ാം സ്ഥാനം ദൈവത്തിന് നൽകിക്കൊണ്ട് ജീവിതത്തിൽ വിജയം കൈവരിപ്പാൻ തക്കവണ്ണം അവിടുന്ന് കൃപ ചെയ്യണമേ. പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ.